അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ അറേബ്യൻ ഡിഷാണ്. വേറൊന്നുമല്ല, ചിക്കൻ മക്ബൂസ്. അപ്പം നമുക്ക് ചിക്കൻ മക്ബൂസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് അരി വേണം. അരി നമുക്ക് അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാം. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. പിന്നെ കുറച്ച് മസാല വേണം. പിന്നെ കുറച്ച് കൊറിയാണ്ടർ പൗഡർ വേണം. പിന്നെ കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം വേണം. പിന്നെ ടൊമാറ്റോ സോസ് വേണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ കുറച്ച് ഗീ വേണം. പിന്നെ നമ്മുടെ സവോള അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും മുന്തിരിങ്ങയും വേണം. പിന്നെ കുറച്ച് ചെറുജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഏലക്ക പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, പിന്നെ ഒരു ഉണക്ക നാരങ്ങ വേണം. പിന്നെ നമ്മുടെ കുറച്ച് സ്പൈസസ് എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത് ഏലക്കായും ഗ്രാമ്പൂ, പിന്നെ കറുവപ്പട്ട, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ്. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ നല്ല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ചിക്കൻ ഒരു 20 മിനിറ്റ്സ് ആയിട്ട് നമ്മളിങ്ങനെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് കുറച്ച് പെപ്പർ പൗഡർ, പിന്നെ നമ്മുടെ ഏലക്ക പൊടിച്ചത്, പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, പിന്നെ നമ്മുടെ കൊറിയാണ്ടർ പൗഡർ, പിന്നെ നമ്മുടെ ചില്ലി പൗഡർ, പിന്നെ നമ്മുടെ ടൊമാറ്റോ സോസും കുറച്ച് എണ്ണയും, ആവശ്യത്തിന് എണ്ണയും ഉപ്പും ചേർത്താണ് ഞാനിത് പുരട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട് സ്റ്റൗവിൽ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഓയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് വഴത്താനായിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് വഴത്താം. കുറച്ച് ഉപ്പ് ചേർത്തു. അപ്പോൾ നമ്മുടെ ഓണിയന് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് സ്പൈസസ് ആണ്. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ് ആഡ് ചെയ്യാം. സ്പൈസസ് ആഡ് ചെയ്തു. പിന്നെ നമുക്ക് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമുക്ക് ആഡ് ചെയ്യേണ്ടത് ക്യാപ്സിക്കം ആണ്. അപ്പോൾ ക്യാപ്സിക്കം ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടാണ് ഞങ്ങൾ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. ക്യാപ്സിക്കം ഒന്ന് ജസ്റ്റ് വഴന്ന് കിട്ടണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ചിക്കൻ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുവാണ്. നമ്മൾ മൂടി വെച്ചിരുന്ന ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ടൊമാറ്റോ സോസാണ്. ജസ്റ്റ് നമുക്കൊന്ന് നടുക്കോട്ടൊന്ന് ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരുന്ന ടൊമാറ്റോ സോസ് ആഡ് ചെയ്തു. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ കുറച്ച് മസാല എടുത്ത് വെച്ചായിരുന്നല്ലോ, കുറച്ച് പൗഡർ, അതെല്ലാം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പെപ്പർ പൗഡർ, ഗരം മസാല, നമ്മുടെ ജീരകം പൊടിച്ചത്, പിന്നെ നമ്മുടെ ശകലം ഏലക്കാപ്പൊടി, നമ്മുടെ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മുടെ കുറച്ച് മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കൊറിയാണ്ടർ പൗഡർ ശകലം. ജസ്റ്റ് ഒന്ന് ഇളക്കാം. ജസ്റ്റ് നമ്മൾ ഇളക്കി കൊടുത്തു. ഇനി നമുക്കൊന്ന് വീണ്ടും ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ നമ്മൾ മൂടി വെച്ചിരുന്ന ചിക്കനെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നമുക്കിനി അരി വേകാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചൂടുവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യണേ. നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ല മുങ്ങിക്കിടക്കണം.
ചിക്കൻ നല്ല മുങ്ങിക്കിടക്കണം. നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യാം അരിക്ക്. അപ്പം നമ്മൾ സോൾട്ടൊക്കെ ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് അടച്ചെടുക്കാം. ഈ ചിക്കൻ ഒന്ന് നല്ല വെന്ത് വരണതിനകത്തോടെ വീണ്ടും നമുക്ക് മൂടി വെക്കാം. ചിക്കൻ വേവാൻ വേണ്ടി അടച്ച് വെച്ചായിരുന്നു. ഇനി നമുക്കിത് തുറന്ന് നോക്കിയിട്ട് നമ്മുടെ ചിക്കനിനെ ഒന്ന് മാറ്റാം. നമ്മുടെ ചിക്കനിനെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം. നമ്മളിത് മാറ്റുവാണ്. നമ്മൾ ചിക്കൻ മാറ്റി. നമ്മൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റി. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ കഴുകി നമ്മൾ വെച്ചിരുന്ന ഒരു 15 മിനിറ്റ്സ് നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന അരിയാണ്. അപ്പോൾ അരി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്ത് വെള്ളമുണ്ട്, നമ്മൾ വേറെ ആഡ് ചെയ്തൊന്നും കൊടുക്കണ്ട. അപ്പോൾ നമ്മൾ അരി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വീണ്ടും അടച്ച് വെച്ച് ഇനി വെള്ളമൊക്കെ വറ്റി വരണം. എന്ത് കഴിയുമ്പോൾ മാറ്റിയായിരുന്നല്ലോ. ഇനി നമുക്കൊന്ന് വേറൊരു പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഒരു 1/2 സ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ കിസ്മിസൊക്കെ നമ്മൾ നെയ്ക്കകത്ത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശകലം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് വേറെ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാവേ. ഇനി നമ്മുടെ ചിക്കൻ ഞാൻ വേറെ ഫ്രൈ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത് വെന്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് പാനിനകത്തോട്ട് എണ്ണ ഒഴിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ നമ്മുടെ മക്ബൂസ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മക്ബൂസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പം വീണ്ടും പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാൻ. അതുവരെ ബായ്.